തമ്മിൽ കൊടുത്തപ്പോ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന്റെ ഒന്ന് അമ്മയും കൂടെ ജീവിക്കുമ്പോൾ അവർ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകൾ ഒളിച്ചോടിയതായിട്ടാണ് വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കെട്ടുന്നവര്. കുട്ടി വന്നത് തിരിച്ചു പോകുന്നു എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ് അത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖിൽ ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ? എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അഖിൽ NRDയുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു വിഷയം വന്ന സമയത്ത് എല്ലാവരും എടുത്ത് ന്യൂസിനകത്തൊക്കെ ഓൺലൈൻ ന്യൂസിനകത്തൊക്കെ വരാനൊരു കാര്യങ്ങൾ ഇങ്ങനെ വന്നായിരുന്നു. അഖിൽ NRD ഭാര്യ ഒളിച്ചോടി, അവർ ഒളിച്ചോടുന്ന വീഡിയോസും കാര്യങ്ങളും ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പക്ഷേ ഒരൊറ്റ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളായിരുന്നു. ആ ഒരൊറ്റ വീഡിയോ ചെയ്തതിനകത്ത് ഞാൻ ഇത്രയേ പറഞ്ഞുള്ളായിരുന്നു, ആ പെൺകുട്ടിക്ക് ഇനി പല പ്രശ്നങ്ങളും കാണുമായിരിക്കും, പക്ഷേ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടായിരുന്നു. വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് അവർക്ക് ബന്ധം വേർപെടുത്തിയതിന് ശേഷം അവർക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാമായിരുന്നു, വിവാഹം കഴിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സമയത്തൊക്കെ വന്ന ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബസ് ഡ്രൈവറാണ് ഭർത്താവ് എന്നൊക്കെ പറയട്ടെ. ഏത് തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. ഒരു ബസ് ഡ്രൈവർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ആർക്കും ഒളിച്ചോടി പോകാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ലെന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവരോട് ചെയ്ത ഒരൊറ്റ കാര്യത്തിനാണ് നമ്മൾ എതിർത്തത്. അദ്ദേഹവുമായിട്ട് ഈ അഖിലുമായിട്ട് ബന്ധം വേർപെടുത്തിയതിന് ശേഷം അവർക്ക് മറ്റൊരു ജീവിതം തേടി പോകാമായിരുന്നു. ആരും ഒന്നും പറയുകയില്ലായിരുന്നു. അപ്പം അന്ന് ഈ അനുകൂലിച്ച് കുറേ പേര് വന്നു, അഖിലിനെ അനുകൂലിച്ച് കുറേ പേര് വന്നു. കൂടുതലും അഖിൽ ഒരുപാട് ഫേസ്ബുക്കിലാണ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകൾ വന്നത്. ആ പെൺകുട്ടി പിന്നെ പറഞ്ഞു അവന് വിഷം കൊടുത്ത് കൊന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു വോയിസ് പുറത്ത് കിടപ്പുണ്ട്. ഈ മേഘയുടെ ഒരു ബന്ധുവാണെന്നും അവർ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരാളാണെന്നും പറഞ്ഞ് അദ്ദേഹം ഒരാൾക്ക് ഒരു ചാനൽ കൊടുത്തൊരു വോയിസ് പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ആ വോയിസ് ഫുള്ളായിട്ടിരുന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ മേഘ തന്നെയാണോ കുറ്റക്കാരി എന്ന് നമ്മളൊന്ന് സംശയിച്ച് പോകും, ഇല്ലേ? ശരിക്കും ആ ഒരു പെങ്കൊച്ച് മാത്രമാണോ കുറ്റക്കാരി, അതോ ഇതിൽ അഖിലിന് പങ്കുണ്ട്? എല്ലാവർക്കും, മേഘയുടെ വീട്ടുകാർക്ക് പങ്കുണ്ട്, അതുപോലെ തന്നെ ഈ അഖിലിൻ്റെ വീട്ടുകാർക്ക് പങ്കുണ്ട്, ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ട്. ഇപ്പം ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കുന്നവർ കാണുമായിരിക്കും, നീ എന്നെ അവളെ സപ്പോർട്ട് ചെയ്യുവാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ അവർ ചെയ്ത ആ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ. കാര്യം ആ വീട്ടിൽ നിന്ന്, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പണി കാണിച്ച് പോയതിന് മാത്രമേ ഉള്ളൂ ഞാൻ അവർ നെഗറ്റീവായിട്ട് പറയുന്നുള്ളൂ. അല്ലാതെ ഞാൻ അവരൊരാളെ പ്രണയിച്ചതിനോ അല്ലെങ്കിൽ ഒരാളുടെ ജീവിക്കാൻ പോകുന്നതിനോ ഒന്നും ഞാൻ കുറ്റം, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്, അതിലൊന്നും കുറ്റം പറയാനായിട്ട് ഞാനില്ല. പക്ഷേങ്കിൽ ഇതിനകത്ത് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ മേഘനെ എല്ലാവരും ചീത്ത വിളിക്കുമ്പോൾ ഈ മേഘയുടെ ഭാഗം ആരും കേട്ടിട്ടില്ല. ശരിക്കും അവൾക്ക് അത് മൂത്ത് പോയതാണ്, ഇത് മൂത്ത് പോയതാണ്, അവൻ മറ്റവനാണ്, മറിച്ചവനാണ്, അവൻ കയറി കിടക്കാൻ വീടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നായിരുന്നു. പക്ഷേങ്കിൽ ഈ മേഘ വീട്ടുകാരോട് പറഞ്ഞതാണ്, എനിക്ക് ഈ ബന്ധത്തിൽ ഞാൻ ഹാപ്പിയല്ല, എനിക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാർ തന്നെയാണ് അതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ കൂടെ നിന്ന്. പിന്നെ ഒരു കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, ഇപ്പോൾ ഒരു ചെറുക്കൻ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് അവൻ്റെ അപ്പനെയും അമ്മയും കളഞ്ഞു വെച്ച് ഈ പെണ്ണിനെയും കൊണ്ട് വേറെ പോയി താമസിക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേങ്കിൽ ഈ കൂടെ ജീവിക്കാൻ വരുന്ന പെണ്ണ് അവളും ഒരു മനുഷ്യ സ്ത്രീയാണെന്നുള്ളൊരു പരിഗണനയെങ്കിലും കൊടുക്കണം. ആ ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ളൊരു പരിഗണന ഈ കഴുത്തെ താലി കെട്ടിയവന് പോറ്റാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇവരൊക്കെ കല്യാണം കഴിച്ച് കൂടെ കൊണ്ടുപോകാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കാനും പോകരുത്, കല്യാണം കഴിക്കാനും പോകരുത് മാത്രമേ പറയുന്നുള്ളൂ. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നേച്ച് അവൾ അടിമയെ പോലെ ജീവിക്കണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അവൾക്ക് അവളുടേതായ ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം സഹിച്ച്. അതൊക്കെ പണ്ട് കാലങ്ങളിലാണ് അങ്ങനെയൊക്കെ ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴുള്ള പെൺകുട്ടികളൊന്നും അങ്ങനെ നിൽക്കുകയില്ല. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡമുണ്ട്. മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ ജീവിതമേ ഉള്ളൂ. ഒരുപാട് പേര് ഇപ്പോഴും ഓരോ വീടുകളിൽ കിടന്ന് ശരിക്കും അനുഭവിക്കുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ ചോദിക്കുമായിരിക്കും എന്നും പറഞ്ഞിട്ട് അവൾ ഒരുത്തൻ്റെ ഒളിച്ചോടി പോകണമെന്ന് വെച്ചാൽ ഒരിക്കലുമല്ല, അത് തെറ്റ് തന്നെയാണ് പറയുന്നത്. പക്ഷെങ്കിൽ ആ പെൺകുട്ടി അവളുടെ ഈ ലൈഫ് അവൾക്ക് ഹാപ്പി അല്ലെന്നും അവൾക്ക് ഈ ബന്ധം വേണ്ടെന്നും വീട്ടുകാരെ അറിയിച്ചതാണ്. അഖിലിനോട് പറഞ്ഞാണ് അവിടെ പ്രശ്നങ്ങളാണ്, നമുക്കിവിടുന്ന് മാറി താമസിക്കാമെന്ന് പറഞ്ഞാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യാതെ വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത്. ഇനിയിപ്പം ഈ മേഘ ഇങ്ങനെ ഒളിച്ചോടാതെ ഒക്കെ ഇരിക്കട്ടെ, ആ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ആരും ഇത് കേൾക്കാനുമില്ല, ഭർത്താവ് സപ്പോർട്ടില്ല, സ്വന്തം വീട്ടുകാരോട് പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ വരുമായിരുന്നപ്പം ഈ പെൺകുട്ടിക്ക് തോന്നുക എൻ്റെ ജീവൻ അങ്ങ് അവസാനിപ്പിച്ചേക്കാൻ തോന്നിയിരുന്നെങ്കിൽ ഈ പറഞ്ഞവരെല്ലാം ഈ മേഘ പുകഴ്ത്തി പറഞ്ഞായിരുന്നേ. ഈ എല്ലാവരും നമ്മുടെ ഈ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടിക്ക് ഒരു മരണമോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഒരു മരണം സംഭവിച്ചാൽ അവനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ സംസാരിക്കുകയുള്ളൂ. അന്നേരം ചോദിക്കും, നിനക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ലായിരുന്നോ, ഇല്ലെങ്കിൽ ആരുടെയും കൂടെ പോയി നിനക്ക് ജീവിക്കത്തില്ലായിരുന്നോ എന്നൊക്കെ അന്നേരം ഒരു ചോദ്യം വരും.
അതുവരെ എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ആ പെൺകുട്ടി അഖിലിനെ ഒന്നും ചെയ്യാനും പോയില്ല, സ്വയം ജീവിതം അവസാനിപ്പിക്കാനും പോയില്ല. അവൾക്ക് മറ്റൊരാളിൽ നിന്നും ആശ്വാസം കിട്ടിയപ്പോഴത്തേക്ക് ആ വഴിക്ക് അവൾ ഇറങ്ങി അവിടെ പാട്ടിന് പോയി. അത് ചെയ്തത് തെറ്റാണ്, ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. അത് അതിൻ്റെ വിവരക്കേടാണ് അത് കാണിച്ചത്. പിന്നെ അവൾ ചിന്തിച്ചാണ് സ്വന്തം വീട്ടിലോട്ട് ചെന്നാൽ അവിടെ ആരും സമ്മതിക്കുന്നില്ല, അവിടെ ആരും സപ്പോർട്ട് നിൽക്കുന്നില്ല. പിന്നെ എവിടോട്ട് ഇറങ്ങിപ്പോകും? ആര് സപ്പോർട്ട് നിന്ന് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം വേറെ ജീവിതത്തിലേക്ക് പോകാൻ പറ്റും? അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴായിരിക്കാം ഇതാണ് എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയെന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേഘയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇറങ്ങിപ്പോയ കാര്യം മാത്രമാണ് മേഘ ചെയ്ത് തെറ്റായിട്ട് ഞാൻ കാണുന്നത്. ബാക്കി അതൊരു ജീവിതം തിരഞ്ഞെടുത്താൽ ഒന്നും ഞാൻ തെറ്റ് കാണുന്നില്ല. വീട്ടുകാർ രണ്ട് കൂട്ടരുടെയും ആ ഭർത്താവിൻ്റെ ഭാഗത്ത് ശരിക്കും തെറ്റുണ്ട്. ഇത് പറയുമ്പോൾ എൻ്റെ ചീത്ത പറയുമായിരിക്കും ഈ അഖിലിനാരുടെ ഇഷ്ടപ്പെടുന്നവർ. അതല്ല, ഞാനും അഖിലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അഖിലിൻ്റെ വീഡിയോസ് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഇവരുടെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു എനിക്ക് സംഭവിച്ചത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഓരോ ലൈഫും കാര്യങ്ങളും ഒക്കെ അവരുടെ അടുത്ത് റീൽ ചെയ്യുന്നുണ്ട്. അപ്പം മനസ്സിലായില്ലേ ഈ വീഡിയോയിൽ കാണുന്നത് ഒന്നുമല്ല ലൈഫൊന്നും മനസ്സിലായില്ലേ? അഖിലും മേഘയും കൂടെ എന്തോരം റീലാണ് ചെയ്യുന്നത്, ഓരോ ലൈഫിനെ പറ്റി എന്നെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതൊന്നും സത്യമല്ല എന്ന് മനസ്സിലായില്ലേ? മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത് പണ്ടുള്ളവർ പറഞ്ഞ സത്യമാണ്. ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല. നമ്മളത് കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കാം രണ്ടുപേരും നല്ല ഗ്ലാമർ ആയിട്ടുള്ളൊരു നല്ല ലൈഫ്, അവർ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു, എത്ര ഹാപ്പി ആയിട്ടുള്ള ജീവിതമാണ്. ഇവർ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സാധാരണ ഒരു വീട്ടിലൊരു പെൺകുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ട് കഴിയുന്ന അവൾ തന്നെ ചിന്തിക്കും എത്ര രസമാണ് ഇവരുടെ ജീവിതം. ഇത് കാണുമ്പോൾ എല്ലാവരും പഠിച്ചോളുക, ഇങ്ങനെ കാണിക്കുന്ന എല്ലാം പ്രഹസനങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പ്രശ്നങ്ങളാണ്, അല്ലാതെ വേറെ ഒരു കാര്യങ്ങളല്ല. ഇതിലിപ്പോൾ ഞാൻ ഒറ്റ ഒരു കാര്യം പറഞ്ഞുള്ളൂ, ഈ മേഘ ജീവൻ അവസാനിപ്പിക്കാൻ തോന്നാതെ ആ പെൺകുട്ടി ഇങ്ങനെ കാണിച്ചത് ശരിയാന്നല്ല, ജീവൻ അവസാനിപ്പിക്കാൻ തോന്നാതിരുന്നത് അതിന് ഭാഗ്യമെന്നായിരുന്നു. കാര്യം നമുക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമുക്കൊരു വശത്തും സപ്പോർട്ടില്ലെന്ന് കണ്ടുമ്പോൾ നമ്മളങ്ങ് വല്ലാതായി പോകും. ആരുമില്ല നമുക്ക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഒരു വീഡിയോയിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികളെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിട്ടെന്നും പറഞ്ഞിട്ട് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ കേൾക്കാതിരിക്കരുത്. നമ്മൾ അവർ വന്ന് പറയുന്ന കാര്യങ്ങൾ അതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം അന്വേഷിക്കണം. അന്വേഷിച്ചത് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഒന്നിച്ച് പോകില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് രണ്ടുപേരും രണ്ട് വഴിക്ക് വിട്ടേക്കണം. പിന്നെ അവർ ഒന്നിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കരുത്. പിന്നെ അവർ ഒരുപാട് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പല പല പ്രശ്നങ്ങളുണ്ടാകുന്നത്. അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്കത് പറ്റത്തില്ല, ഞങ്ങൾ തമ്മിൽ ശരിയാകുകയെന്നൊരിതാണെങ്കിൽ രണ്ടുപേരെയും വിട്ടേക്കണം. ആരുടെയും ജീവൻ അവസാനിക്കുന്നില്ലല്ലോ, പിന്നെയും ജീവിക്കാനായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ. ഈ ലോകത്ത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഒരാണും പെണ്ണും കല്യാണം കഴിച്ചിട്ട് വേറെ പിരിയാന്ന് പറയുന്നതും അവർ മറ്റൊരു വിവാഹം കഴിക്കാന്ന് പറയുന്നതും ഇതൊന്നും ആദ്യത്തെ സംഭവമൊന്നും അല്ല ഈ ലോകത്ത്. പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ നാണക്കേടാന്ന് പറഞ്ഞിരിക്കുമ്പം അവനവൻ്റെ മക്കളുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത്. നാണക്കേടെന്ന് പറഞ്ഞ സമൂഹം 10 ദിവസം എടുത്തു വെച്ചത് പറയും, 11ാം ദിവസം അവർ അടുത്ത കാര്യത്തിലേക്ക് പോകും. ജീവിതകാലം മൊത്തം അവർ ഇവരുടെ കാര്യം പറഞ്ഞിട്ട് ഇരിക്കാനൊന്നും പോകുന്നില്ല. സമൂഹത്തെ അല്ല പേടിക്കേണ്ടത്, മക്കളുടെ ജീവിതത്തെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ട് തരുമോ? അതൊക്കെ ഒരിക്കലും കൊണ്ട് തരികയില്ല. ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും നെഗറ്റീവ് വരെ സാധ്യത ഉണ്ടെന്നറിയാം. പക്ഷേങ്കിൽ എന്തോ ഈ ഒരു വോയിസ് ഫുള്ളി നിങ്ങൾ ശരിക്കും ഇരുന്നൊന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ എത്രമാത്രം സത്യങ്ങളുണ്ടായിരുന്നുള്ളത്. എന്നാലും നമുക്ക് ആ വോയിസ് കുറച്ചൊന്ന് കേൾക്കാം. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ മുമ്പ്? ഞാൻ ആ രാജ്യം എടുക്കുന്ന ആദ്യം താങ്കളുടെ വീഡിയോ ആണ് ഞാൻ കാണുന്നത്, ഫസ്റ്റില് ഞാൻ കാണുന്നത്. ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പം ഈ വീഡിയോ കണ്ട ഉടനെ ഇതിന്റെ ഒരു തലക്കെട്ടൊക്കെ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. രാജ്യം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര തമ്പുലൈനൊക്കെ ഭയങ്കരമായിരുന്നു, ഭീകരമായിരുന്നു. ആ വീഡിയോ അത്ര ഓടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. തലക്കെട്ടും അവതരണ ശൈലിയൊക്കെ കുറിച്ചുണ്ടായിരുന്നു. അപ്പൊ ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. കോൺഗ്രസ് പാർട്ടിയുടെ ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ കൊടുത്തപ്പോ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിനൊന്ന് അമ്മയും കൂടെ ജീവിക്കുമ്പോ അവർ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകൾ ഒളിച്ചോടിയതായിട്ടാണ്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജി കിട്ടുന്നത്. അത് ശരിയാണ്, ഞാനും കേട്ടായിരുന്നു അങ്ങനെ അമ്മ വേലിച്ചാടി മോള് മതിലിയാടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പേരൊക്കെ പറയുന്നതായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇഷ്ടമല്ലെങ്കിൽ ഒന്നിച്ചു പോകാം, മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ വേറെ വരിക എന്നുള്ളത് അത് സ്വാഭാവികമാണ്. അത് വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ നാണക്കേടോ ഒന്നുമല്ല. വലിയവൻ്റെ വീട്ടിൽ നടക്കുമ്പം അത് അവർ സംസാരിച്ച് പിരിഞ്ഞു. സാധാരണക്കാരൻ്റെ വീട്ടിൽ നടക്കുമ്പോൾ അത് വലിയ നാണക്കേടും പ്രശ്നങ്ങളൊക്കെ. ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ അത് പണ്ടുള്ളവർ പറഞ്ഞാൽ പിന്നെ ഉന്തി മരം കയറ്റിയ നെഞ്ചറിയത്തുള്ളതെന്ന് പറയുന്ന മാതിരി അവർക്ക് ഇഷ്ടമില്ലാത്തൊരു ലൈഫ് അവരെ അടിച്ചേൽപ്പിക്കുന്നതിന് ഭേദം അവർ സെപ്പറേറ്റ് ആകുന്നുണ്ട്. ആ സമയത്ത് പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ വീഡിയോ ചെയ്തപ്പം ഇവരുടെ അമ്മ വക്കീലാണ്, അച്ഛൻ എന്തോ അതും വക്കീലങ്ങണ്ട്. അതിനെ ഞാൻ പറയുകയും ചെയ്തു അവർക്കൊക്കെ സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ. ഈ കൊച്ചിങ്ങനെ ഒരു കാര്യം കാണിച്ചപ്പം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പിന്നീടാണ് അറിയുന്നത് അത് സ്വന്തം അച്ഛനല്ല, അത് കുട്ടിയുടെ സെക്കൻഡ് ഫാദറാണെന്ന് മനസ്സിലായത്. പിന്നെ ഇതിൻ്റെ സ്വന്തം അച്ഛൻ്റെ പേരാണ് ഈ പത്മകുമാർ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ അച്ഛൻ്റെ പേരാണ്
ഷാജി എന്നാണ് പറയുന്നത്, അമ്മയുടെ പേര് ലത. എന്നത് വായിക്കോട്ടെ, അവരൊക്കെ അവരുടെ ജീവിതം ഒരു കാര്യം വരുമ്പോഴത്തേക്ക് സത്യങ്ങൾ പോലും അറിയാതെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു നിമിഷം ചിന്തിക്കുക അവർക്ക് എത്രമാത്രം നാണക്കേട് വന്നെന്ന് പറഞ്ഞ് അവർ ചാടിപ്പോയി എന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു അതൊക്കെ. പക്ഷേ അത് ഞാൻ ഒറ്റൊരു വീഡിയോ ചെയ്തുള്ളൂ. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിപ്പോയി. ആ പെൺകുട്ടി കാണിച്ച് ശരിയല്ല എന്ന് പറഞ്ഞ് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. കാര്യത്തിന് അങ്ങനെ പോയി ആ ഒരു പെൺകുട്ടി അങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് അമ്മ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നും പറഞ്ഞിട്ട് അതും കേൾക്കേണ്ടി വന്നു. എന്നാണേലും ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഈ പത്മകുമാർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവർ ബ്രാഹ്മണരാണെന്ന് കണ്ടെന്നാണ് കേട്ടോ പറയുന്നതിനകത്ത്. എനിക്കറിയില്ല, നമുക്കൊന്നുകൂടെ അത് കേൾക്കുമ്പോഴത്തേക്ക് അറിയാം. പിന്നെ ഇതിനകത്ത് ഇടയ്ക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം എവിടെയോ ഇത് കട്ടായി പോയിട്ടുണ്ട് ഈ വീഡിയോ. അവർ പറയുന്നുണ്ട് ആ ഒരു പ്രശ്നം ഈ മേഘ കണ്ടുപിടിച്ചു, അതാണ് ഈ അഖിലിൻ്റെ അച്ഛന് ദേഷ്യം വരാനുള്ള കാര്യം എന്നാണ് പറയുന്നത്. അപ്പം അത് ഇനി ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യമാണോ കണ്ടുപിടിച്ചത്, മറ്റെന്തെങ്കിലും പ്രശ്നമാണോ കണ്ടുപിടിച്ചത് എന്നതിനകത്ത് വ്യക്തമായിട്ടില്ല. പിന്നെ നമുക്ക് അടുത്ത വോയിസ് കേൾക്കാം. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് പറഞ്ഞതൊക്കെ ഈ രണ്ടാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടെ നിന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഒന്നാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് ഈ പുള്ളിയുടെ കൂടെ നിന്നിട്ടുണ്ട്. നിന്ന ലതയുടെ കൂടെയാണ്. ഇത് ഒന്നാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. പക്ഷെ അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവും ഉണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാ. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാ, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അത് ആ സമയത്ത് വന്നതാണ്, സോഷ്യൽ മീഡിയയിലെല്ലാം വന്നായിരുന്നു. ഇവർ സ്റ്റേഷനിൽ പോയി. അതുപോലെ അടുത്തുള്ള ആരൊക്കെ ആയിരുന്നു കമന്റിലൂടെയായിരുന്നു കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ അറിഞ്ഞത്. സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടുന്ന് പിന്നെ ചോദിച്ചു ആരുടെ കൂടെ പോകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പം ഈ അനൂപ് എന്ന് പറയുന്ന ആളുടെ കൂടെ പോകാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞു. പെൺകുട്ടി അയാളുടെ കൂടെ തന്നെ പോവുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പം അന്ന് ആ സ്റ്റേഷനിൽ വെച്ച് അഖിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പരാതിയൊന്നുമില്ല, അത് നമ്മുടെ സായിയാണ് പറഞ്ഞത്, അവൾ പോയി പൊക്കോട്ടെ, അവിടെ ആരും ഒന്നും പറയാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം നമ്മളെല്ലാം വിചാരിച്ചു അഖിലിൻ്റെ വിശാല മനസ്സ്, ഭാര്യ അങ്ങനെ ചെയ്തിട്ട് പോലും. ഞാനും ചിന്തിച്ച് ഒരു പക്ഷേ ആ പെണ്ണിനെ ഒരു പരിധി കൂടുതൽ സ്നേഹിച്ചേക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിച്ചത് എന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാ പാവം പയ്യൻ, അവൻ അങ്ങനെ പറഞ്ഞില്ലേ, ഭാര്യ വേറൊരുത്തൻ്റെ ഒളിച്ചോടി പോയിട്ട് അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട, അതിനെപ്പറ്റി ഒന്നും അവളെ ആരും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞില്ലേ. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ബാക്കി വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാകും. നമ്മൾ ഈ ഒരു വശം മാത്രം കേട്ടേച്ച് ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ന്യായീകരിക്കുമല്ല, മേഘ കാണിച്ച തെറ്റെന്ന് പറഞ്ഞാൽ ആ കൂടെ നിൽക്കുമ്പം തന്നെ അവർ ബന്ധം വേർപ്പെടുത്താതെ വേറൊരുത്തൻ്റെ കൂടെ പോയതാണ് തെറ്റ്. പിന്നെ ഇവർ തമ്മിൽ അങ്ങനെ ഒരു അടുപ്പവും ഈ പെണ്ണിനെ ഒരുപക്ഷെ മനസ്സിലാക്കുകയും ചെയ്ത് അഖിലെങ്കിലും ഈ പെങ്കൊച്ചിനോടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിന്ന് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മാറി താമസിക്കാം, ഒന്ന് ആശ്വാസത്തിന് വേണ്ടിയെങ്കിലും നമുക്ക് കുറച്ച് കഴിയട്ടെ, എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നും പറഞ്ഞ് ആ പെണ്ണിനൊരു സപ്പോർട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും അവൾ വേറൊരുത്തൻ്റെ പുറകെ പോവുകയില്ലായിരുന്നു, വേറൊരുത്തനെ ഇഷ്ടപ്പെടാനും പോകത്തില്ലായിരുന്നു, ഇന്നും അഖിലിൻ്റെ കൂടെ തന്നെ കണ്ടായിരുന്നേനെ. അപ്പം അഖിൽ നേരം കൂടുതൽ അഖിലിൻ്റെ വീട്ടുകാർ മതി. ശരിയാണ്, ഒരു പെണ്ണ് കൂടെ വന്നെന്നും പറഞ്ഞുകൊണ്ട് വീട്ടുകാരെ ഉപേക്ഷിക്കാനൊന്നും പറയുന്നില്ല. പക്ഷേ ഈ കൂടെ വന്ന് ജീവിക്കുന്നത്, അവൾ വീടും കൂടും എല്ലാം വിട്ട് നാടും വിട്ട് ഈ ഒരാളുടെ കൂടെ ജീവിക്കാൻ വരുന്നതാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഭർത്താവാണ്. വീട്ടുകാരിൽ നിന്നൊക്കെ എന്നാ പ്രശ്നങ്ങളുണ്ടായാലും ഭർത്താവ് ചേർത്ത് പിടിക്കാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാ പ്രശ്നവും നമുക്കൊന്നും അല്ലാതായി തരും. വീട്ടുകാർ നമ്മളതിന് കൊടുവാൾ കൊണ്ട് വന്നാലും ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ സ്നേഹിച്ച് കൂടെ നിർത്തുന്നത് തോന്നിക്കഴിഞ്ഞാൽ എന്നും പറഞ്ഞിട്ട് വീട്ടുകാരോട് വഴക്കുണ്ടാക്കാൻ അങ്ങനെ ഒന്നുമല്ല. ആ പെണ്ണിനോടൊന്ന് സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി അതിനെ ഒന്ന് കൂടെ നിർത്തി, എന്താണ് നിങ്ങൾ സ്നേഹിച്ച് കിട്ടിയതല്ലേ, അങ്ങനെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടുകയല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടയും കലവാകുമ്പം തട്ടിമുട്ടിയെന്നൊക്കെ ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നതും
അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇവനുമായിട്ട് കമ്പനിയാകുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങി പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നതാണോ? അതെ അതെ, അവരുടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവരുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. ഓ, അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പ് ആയി പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അനൂപിന് അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനൂപിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനൂപ്. ജോലി കിട്ടിയെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നു പോകുന്ന അന്നു കാശ് കിട്ടും. KSRTC-ലാണെങ്കിലും ടെമ്പററി. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണൻ ഇല്ലേ വിവാദ നായിക, ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയോട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. ഒന്ന് തോന്നുന്നു 4 ദിവസം. 4-ാമത്തെ 5-ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. മേഘ ഇപ്പൊ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വിവാദമായി. അവൻ്റെ കയ്യിൽ നിന്നും ചാടിപ്പോന്നു, അവൾ അവിടെ നിൽക്കുകയില്ല എന്നൊക്കെയുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവളിങ്ങനെ വരുവുള്ളൂ, എന്നാ ഓടുന്ന പശുവിന് കോലുകൊണ്ട് ഇതോ അങ്ങനെ ഇടയ്ക്ക് കുറേയൊക്കെ ഡയലോഗുകൾ അതിൻ്റെതൊക്കെ ഞാനും കണ്ടായിരുന്നു. ഒത്തിരി നെഗറ്റീവാണ് വന്നത്. പിന്നീട് അത് റിമൂവ് ചെയ്യുന്നോ അങ്ങനെ ഇടയ്ക്ക് പറയുന്നതായിട്ട് എനിക്കറിയില്ല, ഞാൻ പിന്നെ അത് കണ്ടില്ല. അപ്പം ശ്രദ്ധിച്ചില്ല, കണ്ടില്ലതല്ല. പിന്നെ ഞാൻ നോക്കാൻ പോയില്ല കേട്ടോ. അപ്പോൾ മേഘ ഇരുന്ന് വീടിൻ്റെ അവിടെ നിന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിച്ച് ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് വന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ചിലർ പറഞ്ഞു നിനക്കിത് ആദ്യമേ ചെയ്യത്തില്ലായിരുന്നോ, നിൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോകത്തില്ലായിരുന്നോ. അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടോ, വീട്ടുകാരോട് പറഞ്ഞതാണ് ഇതെനിക്ക്, ഞാൻ അവിടെ ഹാപ്പി ആയിട്ടല്ല ജീവിക്കുന്നത്, എനിക്കവിടെ ജീവിക്കാൻ പറ്റത്തില്ല, അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അഖിലിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും ക്ലിയർ ആയിട്ട് പറയുന്നില്ല, അവിടെ ഫ്രീഡം ഇല്ലായിരുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറയുന്നിടത്ത് ഈ പെങ്കൊച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അവരാരും അനങ്ങിയില്ല. ചട്ടിയും കലവുമല്ലേ തട്ടിയും മുട്ടി ഇരിക്കുമെന്നും പണ്ട് അനങ്ങിയില്ല. പിന്നെ അവർ പറഞ്ഞു അവർക്ക് നാണക്കേട്, ഇത്രയും വലിയ ആഘോഷമായിട്ട് നടന്ന കല്യാണം സോഷ്യൽ മീഡിയ മൊത്തം അറിയാവുന്നൊരു കാര്യം. ഒരു പക്ഷെങ്കിൽ ഇവരിത് ആ സമയത്ത് ഒന്നെങ്കിൽ ഇവർ സംസാരിച്ചത് ശരിയാക്കി കൊടുക്കുമോ, അല്ലെങ്കിൽ ഇവരിനി ഇവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിലും ഇത്രയും നാറുകയില്ലായിരുന്നു, ഇത്രയും നാണക്കേട് വരികയില്ലായിരുന്നു. അവരെന്നിട്ട് അതിനെപ്പറ്റി ഒന്നും ചർച്ച പുറത്ത് ചെയ്യാതെ കൊണ്ടിരുന്നത്. ഇപ്പോഴും ചർച്ചയൊന്നും ചെയ്തിട്ടില്ല അവരാരും. അപ്പം അങ്ങനെ നിന്നിരുന്നെങ്കിൽ ഇത്രയും നാണക്കേട് വരികയില്ലായിരുന്നു. പക്ഷെങ്കിൽ അത് പറയുന്ന കേൾക്കാൻ ആരും നിന്നില്ല. ആരും ഒരു ആശ്വാസ വാക്ക് പറഞ്ഞില്ല. ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല, സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയില്ല, എങ്ങൊന്നും കിട്ടിയില്ല. പിന്നെ ആകെപ്പാടെ കിട്ടിയത് ബസ്സിൽ പോയപ്പം ആ പുള്ളിക്കാരനും എന്തോ പ്രണയമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമൊക്കെയായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് രണ്ടുപേരും സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി. അപ്പോൾ ഈ പെണ്ണൊരു പക്ഷേ ഈ പെണ്ണിൻ്റെ പ്രശ്നങ്ങളെല്ലാം അയാളോട് പറഞ്ഞു കാണുമായിരിക്കും, ഇന്ന പ്രശ്നങ്ങളാണ് അവിടെ എന്നൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം വന്ന് വിളിച്ചുകൊണ്ട് പോയത്. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീൽ വരും. വക്കീൽ വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ശരി. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കില്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ടു പോകുകയല്ലെന്നാ ഞാൻ അറിഞ്ഞത്. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനൂപുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനൂപ് ഉപേക്ഷിച്ചിട്ടില്ല. അനൂപിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനൂപിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ അവരുടെ എത്ര ഫാമിലി ഫ്രണ്ടാന്നേ. ഈ പുള്ളി ഞാനും ചങ്ക് ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കെല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖിൽ ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? അതുകൊണ്ട് അഖിലിന്റെ പല രഹസ്യങ്ങളും അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും. തെളിവ് സഹിതം പുറത്ത് വിടുന്നു. അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖിൽ. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം.
ഓ അത് ശരിയാ. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നം ഉണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പകയുണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്, അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ടു ഞാൻ വരികയായിരുന്നു. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കൾ അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അത് അഖില് നിരസിച്ചു. അതാണ് വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് അവളുള്ളത് ഒറ്റയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഖിലിൻ്റെ അച്ഛനാണ് പ്രശ്നക്കാരെന്ന് പറഞ്ഞത്. ഇതിനകത്ത് ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാര്യം അതിനകത്ത് പറയുന്നത് കേട്ടോ, അഖിലിൻ്റെ അച്ഛൻ്റെ കാര്യം ആ പെൺകുട്ടി കണ്ടുപിടിച്ചു. അതാണ് അച്ഛന് ഇത്രയും ദേഷ്യം വരാൻ കാര്യം. അത് എന്നതാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അത് എവിടെയോ എന്തൊക്കെയോ കുറച്ച് വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നും. അതുപോലെ തന്നെ അഖില് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനിക്കുകയില്ല, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചതിന് ശേഷമാണ് പോന്നതെന്ന് പറഞ്ഞു. അഖിലാണേലും ഈ ഒരു പ്രശ്നം നട്ട് അനങ്ങാൻ നിൽക്കുന്നു. പിന്നെ ഇതിൽ ശരിയാണ്, അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് മക്കൾ പോകണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് വെച്ച് അവിടെ പ്രശ്നങ്ങളാണ്, നമുക്ക് മാറി താമസിക്കാം എന്ന് പറയുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നിട്ട് നീ ഹോസ്റ്റലിലോട്ട് മാറിക്കോ, ഞാൻ ഇവിടെ നിൽക്കുള്ളൂ എന്ന് പറയുന്നത് അതൊരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണോ? അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ കടമ ഏതാണോ? കൂടെ കെട്ടിക്കൊണ്ട് പോയേച്ച് നീ ഹോസ്റ്റലിൽ നിൽക്കും, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാമെന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്പനെയും അമ്മയും ഉപേക്ഷിച്ച് മക്കൾ പോകണമെന്നല്ല പറയുന്നത്. ഈ കൂടെ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അവർക്കും ഇല്ല ഒരു ജീവിതം, അവർക്കും വേണ്ടേ ഈ മനസ്സമാധാനം സന്തോഷം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. കുറേ അതുപോലെ പ്രശ്നങ്ങളായതുകൊണ്ടല്ല അത് പറഞ്ഞു അവിടെ മറ്റെന്നതോ പ്രശ്നമുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി സത്യമാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. പിന്നെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അതൊന്നും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പനെ ഒരു ചെറിയ ഭയം പേടിയാണ്, അതൊക്കെ സ്വാഭാവികം, മിക്ക വീടുകളിലും ഉണ്ട്. അപ്പനെയും അമ്മയും മക്കൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അതൊരു പിടിവള്ളിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. കാര്യം വെച്ചാൽ അവരുടെ കൺട്രോളിൽ നിൽക്കുമ്പോഴത്തേക്ക് മക്കൾ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് അധികം പോവുകയില്ല. ഭാര്യയ്ക്ക് ഒരുപാട് ജോലിപ്പാട് കുറഞ്ഞിരിക്കും, ഭർത്താവ് അവിടെ പോയെന്ന് നോക്കേണ്ടി വരത്തില്ല. കുറച്ചൊക്കെ അപ്പനെയും അമ്മയൊക്കെ ഒരു പേടി വരുമ്പോഴത്തേക്ക്. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് പോലും ഒരപ്പം വരുമ്പോൾ എണീക്കുവാണെങ്കിൽ അത്രയ്ക്ക് ഭയാനകമായ ഒരു ജീവിതം എങ്ങനെ ജീവിച്ചു പോകും? അത് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം അതേ ഇത് തന്നെ ഈ പെണ്ണും കൊടുക്കേണ്ടി വരുമല്ലോ അപ്പന്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പോലും ഇരിക്കുന്നിടത്തുനിന്ന് എണീക്കുക അപ്പം വന്നാൽ. അതുപോലെ തന്നെ ഒരുപാട് വേറെ എന്തൊക്കെയോ പെൺകൊച്ചുള്ള സ്വാതന്ത്ര്യമില്ല. പിന്നെ പക്ഷെ ഇവിടെ റീലൊക്കെ കണ്ടു കഴിഞ്ഞാലേ എൻ്റെ പൊന്നോ, എന്നതായിരുന്നു അതിനകത്തൊക്കെ, എങ്ങനതൊക്കെ ആയിരുന്നു അതിനകത്ത്. ആ വീട്ടിൽ തന്നെ വെച്ചല്ലേ ഈ റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അപ്പന് കുഴപ്പമൊന്നുമില്ലേ? എന്നതോ എന്തോ നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ജീവിതം. അതുപോലെ തന്നെ ആ പുള്ളിക്കാരൻ്റെ അടുത്തുനിന്ന് പോകുന്നു, 2 ദിവസം കഴിയുമ്പോൾ ചാടിപ്പോകുന്ന ഓരോന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എങ്കിൽ ഇപ്പോൾ സത്യാവസ്ഥ പുറത്തുനിന്ന് കേട്ടോ. ആ പയ്യൻ്റെ അനുഭവത്തോടു കൂടി തന്നെയാണ് ഈ പെൺകുട്ടിയുടെ സ്വന്തം അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട്, ഇവർ ഇഷ്ടംപോലെ സ്വത്തുള്ളിടത്ത് പറയുന്നുണ്ട്. ഇതുപോലെ സ്വത്തൊക്കെ ഉള്ളിടത്ത് പെൺകൊച്ചിനെ ലാളിച്ച് പുന്നാരിച്ച് വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായിട്ട് അവർക്ക് തോന്നും. ഭയങ്കര പ്രശ്നങ്ങളായിട്ട് അവർക്ക് തോന്നും. നമ്മൾ വീട്ടിൽ പിള്ളേരെ വഴക്ക് പറഞ്ഞും അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ഓവറായിട്ട് നമുക്കവരുടെ സ്നേഹമില്ലെന്നല്ല, ഭയങ്കരമായിട്ട് നമ്മൾ സ്നേഹിച്ച് വളർത്തി കഴിയുമ്പോഴത്തേക്ക് ചെല്ലുന്ന വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നും. അതേസമയം സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ അവരെ പ്രത്യേകിച്ച് നമ്മൾ വഴക്ക് പറയേണ്ടതിന് വഴക്ക് പറഞ്ഞ് ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ചെല്ലുന്ന വീട്ടിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞു കേട്ടോ. ഇതെന്താണെങ്കിലും എനിക്ക് തരുപടി ഉറപ്പാണ്, പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അനൂപിന്റെ കേസിൽ ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ. അയാൾക്ക് അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല. അച്ഛന് താല്പര്യമില്ലെന്നല്ല, അച്ഛന് ഏതൊരു അച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ. അങ്ങനെ ഒരു ഇത് പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവനെ. പുള്ളി ഒറ്റയ്ക്കാണ് ഇപ്പം. ഈ മേഘ ഒറ്റയ്ക്കാണ് പുള്ളിയുടെ. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ? ആ മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, 2 ജോലിക്ക് ഒരു ബന്ധുവുണ്ട്, പിന്നെ ഒരു 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാ, തില്ലം ഫാമിലിയാണ്. അവിടുത്തെ ഒരു പുരാതനമായ ഒരു 4 കെട്ട് വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഒരു 4-5 ഏക്കർ സ്ഥലത്തിന്റെ അകത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഇടനാട്. നല്ല സാമ്പത്തികമുള്ളവരാ. നല്ല സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തിയുള്ള. എനിക്ക് അറിയാമല്ലോ, ഞാൻ അവിടെ പോയി ഒരാഴ്ചയൊക്കെ താമസിക്കുന്ന പുള്ളിയുടെ കൂടെ. എന്നെ ഭയങ്കര കാര്യമാണ് പുള്ളിക്ക്. എന്ത് കാര്യം ഉണ്ടായാലും പുള്ളി ആദ്യം വിളിച്ച് പറഞ്ഞു എന്നോടാ എന്റെ മോള് പോയെന്നും അവരെ പിടിച്ചു കൊടുക്കണമെന്നും ഒക്കെ ആവശ്യം. അന്ന് രാത്രി തന്നെ ഞാൻ വണ്ടി എടുത്ത് പുള്ളിയുടെ അടുത്ത് പോവുകയും
പിറ്റേന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേർ സ്റ്റേഷനിൽ പോയത് ഈ പയ്യനുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. കാര്യം ഉണ്ടായില്ല. ഓക്കെ. ഈ പറയുന്നത് സ്വാഭാവികം. പെട്ടെന്ന് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാര്യം മകൾ മറ്റൊരു വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ആ വീട്ടിൽ നിന്ന് ഭാര്യയായിട്ടിരിക്കുകയാണ് അവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നത്. അതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. അവർ മകളോട് ക്ഷമിച്ചെന്ന് പറഞ്ഞാലും ആ പയ്യനോട് ഇച്ചിരി ക്ഷമിക്കാൻ ഇച്ചിരി സമയം എടുത്തെന്ന് വരും. പക്ഷേങ്കിൽ എന്നെ വന്നാലും മേഘ ആ പുള്ളിയുടെ കൂടെ തന്നെ ജീവിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാര്യം അല്ലാതെ അവർക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇവർ പറഞ്ഞു വല്ല മനസ്സിലാക്കി കൊടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് എടുത്താൽ മേഘ അതിൽ നിന്ന് തിരിച്ച് പോകുമെന്ന് നമുക്കറിയത്തില്ല. എന്നാണെങ്കിലും ഇപ്പോൾ ആ പുള്ളിക്കാരൻ്റെ സമ്മതത്തോടു കൂടിയാണ് അവിടെ നിൽക്കുക. അവർ തമ്മിൽ സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് തടങ്കിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടേക്കൊന്നുമല്ല. മേഘ സ്വന്തം ഇഷ്ടപ്രകാരം അച്ഛനോട് കുറേ കാര്യങ്ങൾ പറയണമെന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അത് ഇന്നതിൽ അവിടുത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം പറയാനുള്ളത്. അതുകൊണ്ടായിരിക്കാം കുറച്ച് ദിവസം വന്ന് നിന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അവർ ബന്ധം ഭേദപ്പെടുത്തിയതിന് ശേഷം ഒരുപക്ഷെ ചിലപ്പോൾ കല്യാണമായിട്ട് നടത്തി കൊടുക്കുമായിരിക്കും. കാര്യം എന്നാണ് ഇനിയിപ്പോൾ അവർ ഒന്നിച്ച് പോയി. ഇനി അവരത് പിടിച്ച് മാറ്റി നിർത്തിയിട്ടൊന്നും കാര്യമില്ല. ഇവർക്ക് പിന്നെ അവരെന്ന് വെച്ചാൽ കുട്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രത്യേകിച്ച് ബാധ്യതകളോ ഒന്നുമില്ല. വേറെ ആരുടെ കൂടെ പോയി ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോയി ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ, അത്രയേ ഉള്ളൂ. അതുപോലെ അനൂപിന് വീടില്ല എന്നൊക്കെയായിരുന്നു ആ സമയത്ത് പറഞ്ഞത്. അനൂപിന് കയറി കിടക്കാൻ വീടില്ല. പക്ഷേ അനൂപിന് ഒരു വീടുണ്ട്. വലിയ മണിമാളികയൊന്നും അല്ല, ഒരു കൊച്ചു വീടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ 50 സെൻറ്റ് സ്ഥലമോ അങ്ങനെയുണ്ട്, ഒരു അനിയനുണ്ട്, അമ്മയുണ്ട്. അതൊക്കെയാണ് അവരുടെ ലൈഫിലെ ഈ അനൂപിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഒരുപാട് കോടികളും ഒരുപാട് മണിമാളിക ഉണ്ടായിട്ട് എന്നാ കാര്യം? ആ വീട്ടിലെ പെണ്ണ് എന്നായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത്? ഒരു സ്വാതന്ത്ര്യമില്ല, മറ്റു പ്രശ്നങ്ങൾ. ഭർത്താവിനോട് പറഞ്ഞ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. ഈ കുഞ്ഞു വീടാണേലും ഒരു ഓലപ്പുര വീടാണേലും ഉണ്ടല്ലോ, അതിനകത്ത് സമാധാനം, സന്തോഷവും ആ വീട്ടിലുള്ളവരെല്ലാം പരസ്പരം സ്നേഹിക്കുക, അതായിരിക്കും ഏറ്റവും വലിയ കൊട്ടാരം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് ഏറ്റവും വലിയൊരു കൊട്ടാരം എന്ന് പറഞ്ഞാൽ. ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ സ്നേഹവും സന്തോഷവും എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. വീട് കണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ മനുഷ്യരുടെ പാവങ്ങളാണെന്ന് പറഞ്ഞോ, അതിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്. അവിടെ ജീവിക്കുന്നവരുടെ മനസ്സാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ പാമ്പിടിച്ച വീട്ടിലാണെന്ന് പറഞ്ഞ് എല്ലാവരും നല്ല മനസ്സുള്ളവരുണ്ടെന്ന് ഞാൻ പറയത്തില്ല. പ്രശ്നക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതാ പറഞ്ഞത്, മനുഷ്യൻ്റെ സ്വഭാവമാണ് നമ്മൾ നല്ലതോ ചീത്തയോ അതിലാണ് സമ്പന്നരാണോ ഇല്ലയോ നമ്മൾ അറിയേണ്ടത്. അല്ലാതെ പണമോ അല്ലെങ്കിൽ വലിയ പദവിയിലുള്ള ജോലിയോ സോഷ്യൽ മീഡിയ ഫേമസ് ആവുമോ അതൊന്നും അല്ല. അതിനൊക്കെ അപ്പുറമാണ്. എന്നാണേലും ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി കാണിച്ച ശരിയാന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല. ആ കാണിച്ച തെറ്റ് തന്നെയാണ്. നമ്മുടെ കുടുംബത്തെ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേ നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. നാട്ടുകാരറിയുമ്പോഴും ഒക്കെ നമുക്കൊരു ഇത് വരത്തുള്ളൂ. എത്ര എന്ന് പറഞ്ഞാലും ഈ അഖിൽ ഇന്നും ഒരു ഇത് നാണക്കേട് തന്നെയാണത്. സ്വന്തം ഭാര്യ തൻ്റെ കഴിവില്ലാതെ ഇറങ്ങിപ്പോയി എന്നുള്ള ഇതാണ് പുറത്തുള്ള സംസാരവും കാര്യങ്ങളും എല്ലാം. അവന് കഴിവില്ലാഞ്ഞിട്ടാണ് അവൾ ഇറങ്ങിപ്പോയത് എന്നിങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ വീട്ടിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല പുറത്ത് വന്നിരിക്കുന്നത്, അഖിലിനെയാണ്. പക്ഷെ അഖിൽ അത് മൗനമായിട്ടിരുന്നത് എല്ലാം ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാം മൗനമായിട്ടിരുന്ന് ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം അഖിൽ അവരെ കുറ്റപ്പെടുത്താനോ കുറ്റം പറയാനോ ഒന്നും തോന്നാത്തത്. എന്നതാണെന്ന് പറഞ്ഞാലും നമ്മളൊരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ കയറുന്ന പെണ്ണിനെ അറിയത്തില്ല, വീട്ടിലുള്ള ആരുടെയും സ്വഭാവം അറിയത്തില്ല. അതുപോലെ തന്നെ ഒരു പെണ്ണാണെങ്കിലും ആ പെണ്ണിൻ്റെ വീട്ടുകാരുടെ സ്വഭാവങ്ങൾ മൊത്തം അറിയാം. അങ്ങ് രണ്ടു കൂട്ടരും ശരിക്കും ഒന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ പരസ്പരം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഇന്ന പോലെ പ്രശ്നങ്ങളായിരിക്കും അത് ഉണ്ടാകുന്നത്, വെറുതെ അവളെ എൻ്റെ ജീവിതം വെറുതെ ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കേണ്ട എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ആദ്യത്തെ ഒരു ഇതിന് ആർപ്പാട്ടത്തിന് കല്യാണം എന്നതൊക്കെയായിരുന്നു. എൻ്റെ ദൈവമേ, കല്യാണം കഴിഞ്ഞ് തലേത്തൊരു സത്യം ചെയ്യുന്നു, വേറെ പെണ്ണിനെ നോക്കമാട്ടെ, വേറെ അത് നോക്കമാട്ടെ, ഇത് നോക്കമാട്ടെ. സ്വന്തം ഭാര്യയെ മാത്രം നോക്കമാട്ടെ നടന്നില്ല. സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾ മാത്രം നോക്കമാട്ടെ നടന്നില്ല. ബാക്കി സത്യങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു. ഇങ്ങനെയുള്ള കോലങ്ങൾ കെട്ടുന്നതിൽ ഒരർത്ഥവുമില്ല. ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്നാ ഫെയിമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആരായിട്ട് എന്നാ കാര്യം? അത് കൈവിട്ട് പോകുന്ന, അത് കൊണ്ട് നടക്കാൻ കഴിവില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരിക്കലും പറയും അവളുടെ അഹങ്കാരം കൊണ്ട് ഇറങ്ങിപ്പോകാൻ. പക്ഷേ ആ പെണ്ണിൻ്റെ ഭാഗവും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ആ ഒരു ഭാഗവും കൂടെ കേട്ടു നോക്കുക. ഒരു ഭാഗം മാത്രം കേട്ടുവെച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഫെയിമായിട്ടുള്ള ഒരാൾ, സാമ്പത്തികം നല്ലപോലെ ഉണ്ട്, കാണാൻ കൊള്ളാവുന്നൊരു പയ്യൻ, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ അത്രയും ഗുണങ്ങളുള്ള ഒരുത്തൻ്റെ അടുത്തുനിന്ന് ഒന്നുമില്ലാത്ത ഒരു ബസ് ഡ്രൈവറുടെ കൂടെ ആ പെണ്ണ് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അതിന് എന്നതെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് കുറേ പേരന്ന് കമൻ്റ് ഇട്ടായിരുന്നു. അവൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്നതെങ്കിലും കാരണം കാണുമെന്നുള്ളത്. ആ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അവളെ കേൾക്കാൻ ഒരാളില്ല, അവളെ മനസ്സിലാക്കാൻ ഒരാളില്ല, അല്ലെങ്കിൽ അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല, വീട്ടുകാരുമില്ല, ഒന്നുമില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തുപോയി. പക്ഷെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ, ഞാൻ പറയുന്നത് കേൾക്കാൻ ആരില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞ് സ്വയം ജീവൻ ഒടുക്കിയിരുന്നെങ്കിലുണ്ടല്ലോ ഇപ്പം മേഘ ആകാശത്തോളം പൊക്കി പറയുന്ന ആൾക്കാരുണ്ടായിരുന്നേനെ. എന്നാണേലും മേഘ ചെയ്ത കാര്യത്തോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് നിൽക്കുന്നില്ല. അവർ കാണിച്ച തെറ്റാണത്. പക്ഷെങ്കിൽ ആ പെൺകുട്ടിക്ക് പറയാനുള്ളതും കൂടെ ഒന്ന് കേൾക്കുക, അത്രയേ ഉള്ളൂ. എന്നാണേലും ചീത്തവിളി ഉറപ്പാണ്. കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്നാ വേണമെങ്കിലും പറയാം. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞതാണ്. മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.